അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ബദരീങ്ങളുടെ ആണ്ട് നേർച്ചയാണ് വരുന്നത്. ബദരീങ്ങളടക്കമുള്ള സർവ്വ മഹാന്മാരുടെയും ആണ്ട് നേർച്ച നടത്തുന്നവരാണ് സുന്നികൾ. എന്നാൽ വാതോരാതെ അതിനെ എതിർക്കുകയും ചെയ്യുന്നവരാണ് കുട്ടി മുജാഹിദുകൾ. സത്യത്തിൽ അവർക്ക് തെളിവുകളും മറ്റൊന്ന് കൈമാറുമ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം അവസാനമായി പറയുന്നൊരു വാചകമുണ്ട്, എന്നാ പിന്നെ ഈ വിഷയത്തിലൊന്ന് പഠിക്കട്ടെ, ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അത് പഠിക്കാൻ വേണ്ടിയിട്ടോ ആലോചിക്കാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ വേണ്ടിയിട്ടല്ല, താൽക്കാലികമായി തടി തപ്പാൻ വേണ്ടിയിട്ടാണ് എന്നത് ചില അനുഭവങ്ങളിൽ നിന്നാണ് ബോധ്യപ്പെടുന്നത്. പരിശുദ്ധമായ ആണ്ട് നേർച്ച, ബദരീങ്ങളുടെ ആണ്ട് നേർച്ച വരുമ്പോൾ ചില കുട്ടി മുജാഹിദുകൾ സുന്നി പ്രവർത്തകരുടെ അടുത്ത് വന്നിട്ട് എന്തിനാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുന്നി പ്രവർത്തകർ അവരോട് പറഞ്ഞു, ഞങ്ങൾ നടത്തുന്ന ബദരീങ്ങളുടെ ആണ്ടടക്കമുള്ള സർവ്വ ആണ്ട് നേർച്ചകളും നടത്തുന്നത്, അതിൽ ഞങ്ങൾ ആകെ ചെയ്യുന്നത് ആ മഹാന്മാരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ആ മഹാന്മാരുടെ അനുസ്മരണം നടത്തുന്നുണ്ട്, ആ മഹത്തുക്കളുടെ പേരിൽ അന്നദാനം നടത്തുന്നുണ്ട്. ഇതിനപ്പുറം പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? അതുപോലെ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നത്, അങ്ങനെ ഈ മഹാന്മാരുടെ അനുസ്മരണമൊക്കെ നടത്തേണ്ടതുണ്ടോ എന്നാണ്. സുന്നി പ്രവർത്തകർ സ്നേഹത്തോടെ അവരോട് ചോദിച്ചത്, നിങ്ങളൊക്കെ കല്യാണം കഴിച്ചവരാണോ? അതെ, ഓക്കെ, ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചവരാണ്. എന്നാ പിന്നെ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച്, നിങ്ങൾക്കൊക്കെ ഭാര്യമാരുണ്ടല്ലോ, ഈ ഭാര്യമാരെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരോടും സ്നേഹിതന്മാരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ, എന്റെ ഭാര്യ അങ്ങനെയാണ് ഇന്ന് എന്നോട് പറഞ്ഞത്, അവൾ എന്നോട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്ത മഹത്വവും അവർ പറഞ്ഞതിന്റെ പൊരുളുകളൊക്കെ പറഞ്ഞിട്ട് സന്തോഷം പറയാറുണ്ടോ? അതെ, അത് ഞങ്ങൾ പറയാറുണ്ട്. അതെന്തിനാണ് പറയുന്നത്? അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പറയുന്നതാണ്. അപ്പോ നമ്മുടെ സുന്നി പ്രവർത്തകർ കുട്ടി മുജാഹിദുകളോട് പറഞ്ഞത്, എങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വിലയും ഇല്ലാത്ത, അതേസമയം നിങ്ങളുടെ ഭാര്യമാരായിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ മദ്ഹുകൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും മറക്കാനാവാത്ത ഇസ്ലാമിക ചരിത്രത്തിൽ അതുല്യമായ ഒരു യുദ്ധം നടത്തിയ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, ബദരീങ്ങൾ, അതുപോലെ തന്നെ മലായിക്കത്തുൽ കിറാം, ഇങ്ങനെയുള്ള മഹാന്മാരായ ബദരീങ്ങൾ, ഈ ബദ്ർ ശുഹദാക്കളുടെയും മഹത്തുക്കളുടെയും അവരോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഞങ്ങൾ അവരുടെ മദ്ഹ് പറയുന്നത്, അനുസ്മരണം നടത്തുന്നത്. അവർ കാണിച്ചു തന്ന പാത ലോകത്ത് ഇവിടെ നിലനിൽക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ അവരെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ അതത്ര വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാ പിന്നെ ആ വിഷയത്തിലൊന്ന് ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ, പഠിക്കട്ടെ എന്നാണ് അവസാനം അവർ പറഞ്ഞു വെച്ചത്. അത് മാത്രമല്ല, സുന്നി പ്രവർത്തകർ അവരോട് പറഞ്ഞു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്യാണപ്പന്തലിലേക്ക് കല്യാണത്തിന് വേണ്ടി വന്നപ്പോ അവിടെയുള്ള മക്കൾ മുഴുവനും കൂടിയിട്ട് അവരുടെ ബാപ്പമാരും പിതാക്കന്മാരും വല്യപ്പന്മാരൊക്കെ പലരും പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ആ കൊല്ലപ്പെട്ട ബാപ്പമാരുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് അവിടെ ദഫ്മുട്ടി പാട്ട് പാടുന്നത് കണ്ടപ്പോ അവര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിന്റെ സമയത്ത് റസൂലുള്ള അങ്ങോട്ട് കയറി വന്നപ്പോ പിതാക്കന്മാരെ കുറിച്ച്, ബദരീങ്ങളെ കുറിച്ച് നടത്തിയ ബദരിയത്ത്, ആ ബൈത്തുകളൊക്കെ നിർത്തിയിട്ട് റസൂലുള്ളാനെ കണ്ടപ്പോ റസൂലുള്ളാന്റെ മഹത്താ പറയാൻ തുടങ്ങിയത്. അപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് നിർത്തിയിട്ട് നേരത്തെ പറഞ്ഞല്ലോ ബദരിയത്ത് ചൊല്ലിയില്ലേ, അതന്നെ തുടർന്നോളൂ. വഖൂലിമാ കുന്തി തഖൂലീൻ, നിങ്ങൾ ഇത്രയും നേരം ചൊല്ലിയിരുന്ന ആ ബദരിയത്ത് അങ്ങോട്ട് തുടരട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ആ മഹാന്മാരായ ബദരീങ്ങളുടെ മഹത്വം പറയാനും അവരെ കുറിച്ച് ഗാനം ആലപിക്കാനുള്ള അനുമതി നൽകലല്ലേ എന്ന് ചോദിച്ചപ്പോ പാവപ്പെട്ട കുട്ടി മുജാഹിദുകൾ അവര് പറഞ്ഞത്, ഇങ്ങനൊക്കെ ഉണ്ടോ, ഇതൊക്കെ ബുഖാരിയിലുള്ളതാണോ എന്ന് ചോദിച്ചു. അതെ, ഇത് ബുഖാരിയിൽ തന്നെ ഉള്ളതാണ്, അല്ലെങ്കിലും ഇതിന് സ്ഥിരതയുള്ളതാണല്ലോ, ബുഖാരിയിൽ മാത്രമല്ലല്ലോ പിന്നെ മഹത്തുക്കൾ, പിന്നെ ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളൊക്കെ ഉള്ളത്, ഇത് ബുഖാരിയിൽ തന്നെ ഉള്ള വിഷയമാണെന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ അതിനെ സംബന്ധിച്ചൊന്ന് പഠിക്കട്ടെ, ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് സർക്കാർ ആ വിഷയം അവരവിടെ നിർത്തിയത്. എന്നിട്ട് അവർ പറയുന്നത്, സത്യത്തിൽ ഞങ്ങൾക്ക് ഈ അനുസ്മരണത്തിനെ സംബന്ധിച്ചല്ല വലിയ പ്രശ്നമുള്ളത്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെല്ലാവരും കൂടെ ബദരീങ്ങളൊക്കെ പേരിൽ പിരിവ് നടത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആടിനറുത്തിട്ട് അതുപോലെ തന്നെ സർവ്വ ആൾക്കാരെയും വിളിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ടല്ലോ, എന്നിട്ട് ഇത് ബദരീങ്ങളുടെ ഭക്ഷണം എന്നും പറഞ്ഞിട്ട്, ബദരീങ്ങളുടെ അന്നദാനം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ശാപ്പാട്ട് നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെറുപ്പ് എന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നമ്മുടെ സുന്നി പ്രവർത്തകർ പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, ഖദീജ ബീവിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ അറുത്തു.
ഖദീജ ബിയുടെ വഫാത്തിന് ശേഷമാണ് ആടിനെ അറുത്തു. ആ ആടിനെ വിതരണം ചെയ്തത് കൂട്ടുകാരികൾക്കാണ്. ഖദീജ ബിയുടെ ഖബറിൽ കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്തത്, മറിച്ച് കൂട്ടുകാരികൾക്കാണ് അതിന് വിതരണം ചെയ്തത് എന്ന് ഖദീജ ബിയുടെ മഹത്വം പറയുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ ഭാഗം എടുത്ത് വായിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാര് പറഞ്ഞപ്പോ അത് അങ്ങനെയൊക്കെ ഉണ്ടോ? ഖദീജ ബീവിയുടെ പേരിൽ, ഖദീജ ബിയോടുള്ള സ്നേഹത്തിന്റെ പേര് ഇങ്ങനെ അറവ് നടത്തിയിട്ട് കൂട്ടുകാരികൾക്കാ വിതരണം ചെയ്തത്? അതെ, അങ്ങനെയാണ് വിതരണം ചെയ്തിട്ടുള്ളത് എന്നല്ലാതെ ഖദീജ ബീവിക്കല്ല കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞ് അവിടെ നിർത്തി. എന്നിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞു, അത് മാത്രമല്ല, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സങ്കടം പറഞ്ഞു. ഹബീബായ തങ്ങളെ, എന്റെ ഉമ്മ മരിച്ചല്ലോ, എന്താണ് ചെയ്യാ? ഞാൻ ആ ഉമ്മക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്താ അറിയോ? എന്നാ പിന്നെ ഉമ്മന്റെ പേരിൽ കിണർ കുഴിച്ചോളൂ എന്നാ പറഞ്ഞത്. അങ്ങനെ കിണർ കുഴിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹാദിഹി ലി ഉമ്മി സഅദിൻ, ഇത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ, സഅദിന്റെ ഉമ്മാക്കുള്ളതാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ വാക്ക് കേൾക്കുമ്പോ ചില ആളുകളൊക്കെ ഇതൊക്കെ എന്താ, സഅദ് റളിയല്ലാഹുവിന്റെ ഉമ്മ വന്നിട്ട് ഇവിടുന്ന് വെള്ളം കുടിക്കോ, സഅദ് റളിയല്ലാഹുവിന്റെ ഉമ്മ വന്നിട്ട് ഇവിടുന്ന് അലക്കാനും കുളിക്കാനും വെള്ളം എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ സത്യത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് വേണ്ടി കിണർ കുഴിച്ചിട്ട് സഅദ് റളിയല്ലാഹുവിന്റെ ഉമ്മല്ല ഉപകാരം എടുക്കുന്നത്, മറിച്ച് മുസ്ലിമീങ്ങളാണ് ഉപകാരം എടുക്കുന്നത്. എന്നിട്ട് അതിന്റെ പ്രതിഫലം, അതിൽ നിന്ന് വെള്ളം എടുക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം ആ ഉമ്മക്ക് ലഭിക്കും. ഇതുപോലെ ഭക്ഷണം മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മുഴുവനും വിതരണം ചെയ്തിട്ട് അതിന്റെ പ്രതിഫലമാണ് ആ മരണപ്പെട്ട മഹാന്മാർക്ക് ലഭിക്കുന്നത്. ഇത് നമുക്ക് കാണിച്ചെന്ന് റസൂലുള്ളാഹി തങ്ങളാണെന്ന് പറഞ്ഞപ്പോ അതെ അങ്ങനെയൊക്കെ ഉണ്ടോ, എന്നാ പിന്നെ അതിനെ സംബന്ധിച്ചൊന്ന് ആലോചിക്കട്ടെ, പഠിക്കട്ടെ, ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ വിഷയം അവിടെ നിർത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം വിഷയങ്ങളൊക്കെ മുജാഹിദുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വിവരമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ തെളിവ് കിട്ടാത്തതിന്റെ പേരിലാണ്. തെളിവ് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ അംഗീകരിച്ചോളണമെന്നില്ല. പിന്നെ അവര് പറയും മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ഖുർആൻ ഓതാറുണ്ട്, സിക്ർ എല്ലാറുണ്ട്, ഹദിയ ചെയ്യാറുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ളത്, അത് പിന്നെ ഞങ്ങളെ നേതാക്കന്മാർ ചെയ്തതിനേക്കാളും കൂടുതൽ ഇബ്നു തൈമിയയും അതുപോലെയുള്ള ആളുകളൊക്കെ, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ അതിന് പ്രതിഫലം കിട്ടും എന്നും അത് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ ആണ്, ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണെന്നും ഞങ്ങളെക്കാളും ആവേശത്തിലും ഉയിരിലും പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ നമുക്കിപ്പോ തൽക്കാലം അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും അവര് ഈ ദിക്റും തഹ്ലീലും അതുപോലെ ദുആയൊക്കെ നമ്മൾ അവരെ പേരിൽ നടത്തിക്കഴിഞ്ഞാൽ ഏത് ദ്വാരത്തിലൂടെയാണ് മയ്യത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തുന്നത്, ഏത് റൂട്ടിലാണ് ഈ സ്വലാത്തും ദിക്റൊക്കെ ഖബറിലേക്ക് എത്തുന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ സുന്നി പ്രവർത്തകർ അത് നേരത്തെ കണ്ടിട്ട് തന്നെ അവർക്ക് മറുപടി കൊടുത്തു. ഈ പറയുന്ന ഖബർ കുഴിച്ചിട്ട് കിണർ കുഴിച്ചിട്ട് അതിന്റെ പ്രതിഫലം ഏത് ദ്വാരത്തിലൂടെയാണോ ഖബറിലെത്തിയതെങ്കിൽ, അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബിയുടെ പേരിൽ മാംസം അറുത്തിട്ട് അതിന്റെ പ്രതിഫലം ഏത് ദ്വാരത്തിലൂടെയാണോ എത്തിയതെങ്കിൽ അതേ ദ്വാരത്തിലൂടെ തന്നെ ഈ ദിക്റും സ്വലാത്തൊക്കെ എത്തിക്കോളൂട്ടോ എന്നൊരു തമാശക്കും പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഈ വിഷയം എല്ലാവരും അങ്ങനെ തന്നെ മനസ്സിലാക്കി അല്ലാഹു തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.